ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ബിയോണ്ട് ഫിയർ എന്ന ഒന്നാമത്തെ യൂണിറ്റിനകത്തെ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ അന്ന് ചെയ്തു. ഇനിയിപ്പോൾ പറയുന്നത് രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് ചെക്ക് വെദർ ദേ ആർ ട്രൂ ഓർ ഫോൾസ്. കളർ ദ അപ്രോപ്രിയേറ്റ് ബോക്സസ്. ഇവിടെ നമുക്ക് ദിൽനയുടെ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് ട്രൂ ഏതാണ് ഫോൾസ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അവിടെ ട്രൂ എന്നുള്ള ബോക്സിന് ഗ്രീൻ കളറും ഫോൾസ് എന്ന ബോക്സിന് എന്താണ്, റെഡ് കളറുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സെൻറ്റൻസ് വായിച്ചതിന് ശേഷം ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ എന്നുള്ളത് നോക്കി കൂട്ടുകാർ എന്ത് ചെയ്യണം, ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യണം. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. ദിൽന ആൻഡ് ഇസാഖ് വർ പ്ലേയിങ് ഇൻ ദ ലിവിങ് റൂം. അപ്പോൾ നിങ്ങളെല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിച്ചവരാണ്. നമ്മളതിനകത്ത് ഒന്നാമത്തെ ഭാഗത്ത് തന്നെ പറഞ്ഞത് ദിൽനയും ഇസാഖും എവിടെയാണ് കളിച്ചിരുന്നത് എന്നാണ്. അവർ വീടിനകത്ത് ലിവിങ് റൂമിലാണോ കളിച്ചിരുന്നത്? അല്ല അല്ലേ, അവരെവിടെയാണ്, ബാക്ക് യാർഡിലാണ് കളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ സെൻറ്റൻസ് കറക്റ്റ് ചെയ്ത് എഴുതും? ദിൽന ആൻഡ് ഇസാഖ് വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ദെൻ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ. ദ ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വേക്ക് അപ്പ് ഹെർ. ഫയർമാൻ എങ്ങനെയാണ് ദിൽനയുടെ അമ്മയെ ഉണർത്തിയത്? അവർക്ക് വെള്ളം കൊടുക്കുകയാണോ ആദ്യം തന്നെ ചെയ്തത്? അല്ല, അവർക്ക് ആദ്യം എന്താ കൊടുത്തത്? അതെ, ഫസ്റ്റ് എയ്ഡാണ് കൊടുത്തത് അല്ലേ. അപ്പം നമ്മളിത് കറക്റ്റാക്കി എഴുതുമ്പോൾ എങ്ങനെ ചെയ്യും? ദ ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ ഫസ്റ്റ് എയ്ഡ് ടു വേക്ക് അപ്പ് ഹെർ. അപ്പോൾ ഇവിടെ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആയതുകൊണ്ട് തന്നെ ആ ഫോൾസ് എന്നുള്ള ബോക്സാണ്, റെഡ് കളർ ബോക്സാണ് എന്ത് ചെയ്യേണ്ടത്, കളർ ചെയ്യേണ്ടത് കേട്ടോ. മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ മദർ. ദിൽന അമ്മയ്ക്ക് വെയ്യാണ്ട് കിടക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി അവൾ മുന്നേ കളിച്ചിരുന്ന ഒരു ഗെയിം എന്ത് ചെയ്തു, ഓർത്തെടുത്തു എന്നാണ്. ആരുടെ കൂടെ കളിച്ചിരുന്നത്? മദറിൻ്റെ കൂടെ കളിച്ചിരുന്നത് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? എന്താണിത്, ശരിയോ തെറ്റോ? തെറ്റാണ് അല്ലേ. ദിൽന ആരുടെ കൂടെയാണ് കളിച്ചത്? ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് കളിച്ചത്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് വരിക കേട്ടോ. ദെൻ മൂവിങ് ടു ദ ഫോർത്ത് വൺ. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. ദിൽന ഇത്രയും നല്ലൊരു കാര്യം ചെയ്തപ്പോൾ അവർക്ക് ഫയർ സ്റ്റേഷനിലെ ആളുകളെല്ലാം കൂടി എന്ത് ചെയ്തു, ഒരു അവാർഡ് കൊടുത്തു. അത് സ്വീകരിക്കാൻ വേണ്ടി എങ്ങോട്ടേക്ക് അവളെ ക്ഷണിച്ചു? ഫയർ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചു. ഇത് കറക്റ്റാണ്. സോ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഗ്രീൻ കളർ ബോക്സിനകത്താണ് മാർക്ക് ചെയ്യേണ്ടത്. ദെൻ ദ ലാസ്റ്റ് വൺ. ദിൽന ഓവർകം ദ എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. ഇവിടെ ദിൽന ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്തത് അവളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെയാണോ? അല്ല. ദിൽന എന്ത് ചെയ്തിട്ടാണ്, അവളുടെ മുത്തശ്ശി പഠിപ്പിച്ചു കൊടുത്ത കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് അവൾ എന്ത് ചെയ്തത്, ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തത്. ഒരിക്കലും അവൾക്ക് അതുപോലെയുള്ളൊരു അനുഭവം മുന്നിലേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സെൻറ്റൻസും എന്താണ്, ഫോൾസ് ആണ്. അപ്പോൾ ഇനി ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ദ ഫോൾസ് സെൻറ്റൻസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. താഴെ നിങ്ങൾക്ക് കുറച്ച് സ്പേസ് തന്നിട്ടുണ്ട്. തന്ന സ്പേസിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ തെറ്റായ സെൻറ്റൻസുകളെല്ലാം മാറ്റി കറക്റ്റായി എഴുതാൻ പോവാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടക്കുന്നതാണ്. അവിടെ നോക്കി എന്ത് ചെയ്താൽ മതി, ആ സെൻറ്റൻസ് അതുപോലെ ഇങ്ങെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ. സോ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.